ഡിഗ്രി ഉണ്ട് എന്നിട്ട് ഒരു IT ജോബ് ഇല്ലേ? പ്രോബ്ലം ഡിഗ്രി അല്ല, സ്കില്ലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് MERN സ്റ്റാക്കിനെ പറ്റിയാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് MERN സ്റ്റാക്കിൻ്റെ സീനിയർ ഫാക്കൽറ്റിയാണ്. സോ മാം, ഇപ്പം പലർക്കുള്ള ഡൗട്ടാണ്, എന്താണ് MERN സ്റ്റാക്ക്, എന്തുകൊണ്ടാണ് MERN സ്റ്റാക്ക് ഇത്രയും പോപ്പുലറായി നിൽക്കുന്നത്? ഓക്കെ, സോ MERN സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫുൾ സ്റ്റാക്ക് ടെക്നോളജിയാണ് ഫോർ വെബ് ഡെവലപ്മെൻറ്റ്. ബേസിക്കലി നമ്മളിവിടെ നോക്കിയാൽ കാണാം, ഏതൊരു ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതൊരു സ്ഥാപനത്തിനും ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു ഫുൾ ഓഫ് സ്റ്റാക്ക് ഓഫ് ടെക്നോളജീസ് ആണ് MERN സ്റ്റാക്കിലുള്ളത്. അതിൽ M എന്ന് പറയുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് MongoDB ഡേറ്റാബേസ് പാർട്ടിനെയും, R റിയാക്ട് ഫ്രണ്ട് എൻഡ് പാർട്ടിനെയും, ആൻഡ് E and N ബാക്ക് എൻഡ് പാർട്ടിനെയുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു സിംഗിൾ ടെക്നോളജിയിൽ വരുന്നത് കൊണ്ടാണ് അത് ഇത്രയും പോപ്പുലർ ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ളത്. ഓക്കെ, സോ നമ്മുടെ ലുമിനാറിൽ MERN സ്റ്റാക്കിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? MERN സ്റ്റാക്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യമേ തന്നെ ബേസിക് വെബ് ടെക്നോളജീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. HTML, CSS ഫ്രെയിംവർക്ക്സ്, പിന്നെ ഗിറ്റ് ഹബ്, ദെൻ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് ആണ്. കൂടുതലായിട്ടും ES6 മോഡ്യൂൾസിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനുശേഷമാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ലൈബ്രറി ആയിട്ടുള്ള റിയാക്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ റിയാക്ട് കഴിയുമ്പോൾ ഫ്രണ്ട് എൻഡ് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നീടാണ് നമ്മൾ ബാക്ക് എൻഡ് പാർട്ടിലോട്ടേക്ക് വരുന്നത്. അവിടെ എക്സ്പ്രസും നോഡും ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ് ആണ് ബാക്ക് എൻഡിന്റെ സെർവറിന് വേണ്ടിയിട്ടുള്ള നോഡിന്റെ ഫ്രെയിംവർക്ക്. നോഡാണ് അത് റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൺ ടൈം എൻവയോൺമെന്റ്. പിന്നെ MongoDB യൂസ് ചെയ്താൽ നമുക്കതിൽ ഡേറ്റാബേസിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് പിന്നെ നമ്മൾ സിലബസിൽ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന AI റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും. ദെൻ ഒരു MERN സ്റ്റാക്ക് ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് MERN സ്റ്റാക്കിൽ ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ Next.js നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. സോ വി ഓൾസോ ഇൻക്ലൂഡഡ് Next.js. ദെൻ അതിന് കൂട്ടത്തിൽ തന്നെ നമ്മളൊരു പുതിയൊരു അഡീഷണലി കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ് ആംഗുലാർ. ദെൻ ആംഗുലാറും ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജി തന്നെയാണ്. സോ ആംഗുലാറിൻ്റെ കൂടെ ബാക്ക് എൻഡ് ആയിട്ട് ഇതിൽ ഉപയോഗിച്ച് അതേ ബാക്ക് എൻഡ്സ് തന്നെ യൂസ് ചെയ്ത് മെയിൻ സ്റ്റാക്ക് നമ്മൾ ഈ കോഴ്സിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ മാം, ഈ MERN സ്റ്റാക്ക് പഠിച്ചാലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? കറൻ്റ്ലി നൗഡേയ്സ് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ MERN സ്റ്റാക്ക് എന്ന് പറയുന്ന കോഴ്സ്. ബിക്കോസ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ടെക്നോളജിയാണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആകാം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ ആകാം, ആൻഡ് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാം. ഇനി അതും അല്ലെങ്കിൽ ഫ്രീലാൻസ് ഡെവലപ്പർ ആകാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ മാം, നമ്മുടെ ഈ ലുമിനാറിൽ MERN സ്റ്റാക്കിൽ എത്ര പ്ലേസ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, സോ കറൻ്റ്ലി ഇപ്പോൾ ഒരു നിയർലി ഒരു 4000+ പ്ലേസ്മെന്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ലുമിനാറിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ മാം, പിന്നെ വേറൊരു ഡൗട്ട് എല്ലാവർക്കും വരുന്നതാണ്, ആർക്കൊക്കെ ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളത്, അതായത് MERN സ്റ്റാക്ക് ആർക്കൊക്കെ ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി. ഓക്കെ, സോ കോഡിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉള്ള ഏത് കാൻഡിഡേറ്റിനും ഏത് സ്റ്റുഡൻറ്റിനും വേണമെങ്കിലും ഈ പറയുന്ന MERN സ്റ്റാക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു മാം. സോ നിങ്ങളും ഒരു വെബ് ഡെവലപ്പർ ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലുമിനാറിൽ MERN സ്റ്റാക്കിൻ്റെ ന്യൂ ബാച്ചസിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.